गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। अन्यच्छ्रेयोऽन्यदुदैव प्रेयः ते उभे नानार्थे पुरुषंसि नीतः तयो श्रेय आददानस्य साधु भवति हि यदेर्थात् यौ प्रेयो वृणीते। श्रेयश्च प्रेयश्च मनुष्यमेतः तौ सम्परीत्य विविनक्ति धीरः श्रेयो हि धीरोऽभिप्रेयसो वृणीते प्रेयो मन्दो योगक्षेमाद् वृणीते। सत्वं प्रियान् प्रियरूपांश्च कामान् अभिध्यायन् नचिकेतोऽत्यस्राक्षीः नैतां शृङ्गां वित्तमयीमवाप्तो यस्यां मज्जन्ति बहवो मनुष्याः दूरमेते विपरीते विशूची अविद्याया च विद्येति ज्ञाता विद्याभीप्सिनं नचिकेतसं मन्ये नत्वा कामा बहवो लोलुपन्त अविद्यायामन्तरे वर्तमानाः स्वयं धीरा पण्डितं मन्यमानाः दन्द्रम्यमाणा पर्यन्ति मूढाः अन्धेनैव नीयमाना यथान्धाः न साम्पराय प्रतिभाति बालम् प्रमाद्यन्तं वित्तमोहेन मूढम् अयं लोको नास्ति पर इति मानी पुनः पुनर्वशमापद्यते मे। श्रवणायापि बहुभिर्यो न लभ्यः शृण्वन्तोऽपि बहवो यं न विद्युः आश्चर्यो वक्ता कुशलोऽस्य लब्धा आश्चर्यो ज्ञाता कुशलानुशिष्टः न नरेणावरेण प्रोक्त एष सुविज्ञेयो बहुधा चिन्त्यमानः अनन्यप्रोक्ते गतिरत्र नास्ति अनीयान् ह्यतर्क्यमनुप्रमाणात् नैषा तर्केण मतिरापनेया प्रोक्तान्येनैव सुज्ञानाय प्रेष्ठा यां त्वमापः सत्यधृतिर्बतासि त्वादृङ्नो भूयान्नचिकेतः पृष्टा जानाम्यहं शेवधिरित्यनित्यं न ह्यध्रुवै प्राप्यते हि ध्रुवं तत् ततो मया नाचिकेतश्चिदोऽग्निः अनित्यैर्द्रव्यै प्राप्तवानस्मि नित्यम् कामस्याप्तिं जगतः प्रतिष्ठां क्रतोरनन्द्यमभयस्य पारम् स्तोममहदुरुगायं प्रतिष्ठां दृष्ट्वा धृत्या धीरो नचिकेतोऽत्यस्राक्षी। അങ്ങനെ ആദ്യം പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. രണ്ടാമത്
അചിന്ത്യങ്ങളായ പ്രലോഭനങ്ങളെ ചൊരിഞ്ഞ് ആ പ്രലോഭനങ്ങളിൽ വീഴ്ത്താൻ ശ്രമിച്ചു. ഇത് രണ്ടിലും നചികേതസ് വിജയിച്ചു. അനന്തരം പാരമാർത്ഥികമായ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും വിധം ശ്രേയസ്സിനെയും പ്രേയസ്സിനെയും വേർതിരിച്ച് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ശ്രേയസ്സിലേക്കുള്ള ഉയർച്ച എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതേ സമയത്ത് മധ്യേ നചികേതസിനെ പ്രശംസിച്ചും കൊണ്ടാണ് യമൻ സംസാരിച്ചത്. അത് ഒരേ സമയത്ത് തത്വോപദേശവുമാണ്, അതേ സമയത്ത് ഒരു പരീക്ഷണവുമാണ്. രണ്ടും ഒന്നിച്ചാണ്. വളരെ സങ്കീർണമാണ്. പരീക്ഷണം മാത്രമാണെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. രണ്ടും ചേർന്നിട്ടാണ്. ഇങ്ങനെയാണ് ഗുരുനാഥന്മാർ ചെയ്യുക. അതും കഴിഞ്ഞു. ധീരനായ നചികേതസ് കാമത്തിൻ്റെ പരിസമാപ്തിയെയും ജഗത്തിൻ്റെ പ്രതിഷ്ഠയെയും ക്രതുവിൻ്റെ യാഗത്തിൻ്റെ അനന്തഫലത്തെയും പരമമായ അഭയപദത്തെയും അങ്ങേയറ്റം എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന മഹത്തായ സ്ഥാനത്തെയും എല്ലാം കണ്ടിട്ടും അതിനെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തത്വോപദേശത്തിന് ഇയാൾ സർവഥാ യോഗ്യൻ തന്നെ എന്ന് നിർണയിച്ചു. യം ത്വം ജ്ഞാതും ഇച്ഛസി ആത്മാനം. അടുത്ത മന്ത്രത്തെ ബന്ധിപ്പിക്കുകയാണ് ഭാഷ്യകാരൻ. യം ത്വം ജ്ഞാതുമിച്ഛസി ആത്മാനം. യാതൊരാത്മാവിനെ നീ അറിയാൻ ഇച്ഛിക്കുന്നുവോ, യാതൊരാത്മതത്വത്തെ അറിയാൻ നീ ഇച്ഛിക്കുന്നുവോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിനെ ഞാൻ പറഞ്ഞുതരാം എന്നാണ് അർത്ഥം. സൂക്ഷ്മ വിചാരം ചെയ്താൽ വേദാന്തത്തിൻ്റെ മുഴുവൻ സാരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, ഇനി വ്യാഖ്യാനിച്ചാൽ ദിവസങ്ങളോളം ഇരുന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു മന്ത്രമാണ് വരാൻ പോണത്. നമ്മൾ സാമാന്യ അർത്ഥം പറഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോവാം. ഈ മന്ത്രം മാത്രം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ അതിൽ തന്നെ ഇരിക്കാം. അങ്ങനത്തെ ഒരു മന്ത്രമാണ്. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. നോക്കൂ. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി. തം അവനെ. അവനെ എന്നുള്ളത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വാക്യം ഭാഷ്യകാരൻ പറഞ്ഞത്. യാതൊരാത്മാവിനെ നീ അറിയാൻ ഇച്ഛിക്കുന്നു. അവനെ. തം ആരെ? ദുർദർശം. ദുഃഖേന ദ്രഷ്ടും യോഗ്യം. അങ്ങേയറ്റം ക്ലേശിച്ചു മാത്രം ദർശിക്കാൻ കഴിയുന്നവനെ ദുർദർശം. അപ്പൊ നമുക്ക് സംശയം വരും. ദുർദർശം എന്ന് പറയുമ്പോൾ ഇതെവിടെയോ എങ്ങോ ആണ് ദുർദർശം. കാണാൻ വളരെ പണിയുള്ള ഏതോ സ്ഥലത്താണ്. അതുകൊണ്ട് ഉടനെ പറയുകയാണ് ഗൂഢം അനുപ്രവിഷ്ടം.
ഗൂഢനായി അനുപ്രവേശിച്ചിരിക്കുന്നവനെ. പുറത്തൊന്നുമല്ല. ദുർദർശൻ എന്ന് പറഞ്ഞത് കൊണ്ട് പുറത്ത് ഏതോ കഷ്ടപ്പാടുള്ള സ്ഥലത്താന്ന് വിചാരിക്കേണ്ട. ഗൂഢനായി എല്ലാവരിലും അനുപ്രവേശിച്ചിരിക്കുന്നവനെ. അപ്പൊ വീണ്ടും സംശയമായി. അനുപ്രവേശിച്ചിരിക്കുന്നവനാണെങ്കിൽ പിന്നെ എങ്ങനെയാ ദുർദർശനാവുന്നേ? അപ്പൊ പറഞ്ഞു ഗുഹാഹിതം, ഗുഹയ്ക്കുള്ളിലിരിക്കുന്നവനെ. ഏതാണ് ഈ ഗുഹ? അതൊക്കെ നമുക്ക് ചിന്തിക്കാം. എങ്ങനെ ഇരിക്കുന്നവനെ? ഗഹ്വരേഷ്ഠം, ഗഹ്വരമായ വളരെ വിഷമകരമായ സ്ഥാനത്തിൽ നിലകൊള്ളുന്നവനെ. പുരാണം, പുരാണനെ. അധ്യാത്മയോഗാധിഗമേന, അധ്യാത്മയോഗാധിഗമം കൊണ്ട്. ഇപ്പൊ തർജ്ജമ ചെയ്യാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ. അധ്യാത്മയോഗാധിഗമം കൊണ്ട്. എന്താണ് ഈ അധ്യാത്മയോഗാധിഗമം എന്ന് പഠിക്കാനേ പറ്റൂ. അതിന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാൻ കഴിയില്ല. അധ്യാത്മയോഗാധിഗമം കൊണ്ട് ഇങ്ങനെയെല്ലാമുള്ള ദേവനെ മത്വാ, അറിഞ്ഞാൽ, സാക്ഷാത്കരിച്ചാൽ. ആർക്കേ കഴിയൂ? ധീരനെ കഴിയൂ. എല്ലാവർക്കും കഴിയില്ല. ധീരൻ. എന്താ അതിൻ്റെ ഫലം? ഹർഷശോകൗ ജഹാതി, ഹർഷശോകങ്ങളെ ഉപേക്ഷിക്കുന്നു, അതിക്രമിക്കുന്നു. ഇതാണ് മന്ത്രം. വാസ്തവത്തിൽ അധ്യാത്മസാധനയുടെ ലക്ഷ്യം, മാർഗം, ആ മാർഗത്തിലെ ക്ലേശങ്ങൾ, അതിനെ എങ്ങനെ ജയിക്കാം എന്ന് വേണ്ട സമ്പൂർണമായ അധ്യാത്മശാസ്ത്രവും ഈ ഒരു മന്ത്രത്തിലുണ്ട്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ. അപ്പം നീ ആത്മതത്വത്തെയാണ് ചോദിച്ചത്. ഏയം പ്രേതേ വിജിഗിത്സാ മനുഷ്യേ അസ്തിത്യേകേ ന്യായമസ്തീതി ചൈകേ ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. ഇതാണ് ചോദ്യം. മരിച്ചാൽ ഉണ്ടെന്ന് ചിലർ പറയുന്നു, ഇല്ലയെന്ന് വേറെ ചിലർ പറയുന്നു. എന്താണ് ഇതിൻ്റെ നിർണയമെന്ന് അങ്ങ് ഉപദേശിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു എന്നാണ്. അപ്പം എന്തിനെക്കുറിച്ചാണോ നീ അന്വേഷിക്കുന്നത് അത് ദുർദർശമാണ്. വളരെ ക്ലേശിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്നാൽ ഏറ്റവും എളുപ്പമാണേനും. എന്തുകൊണ്ട് ഏറ്റവും എളുപ്പം? നമ്മളെല്ലാവരും ദിവസവും ഏറ്റവും അധികം പ്രാവശ്യം പറയുന്നത് തന്നെ കൊണ്ട് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും, അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. ഏറ്റവും അധികം പറയുന്ന വാക്കെന്തായിരിക്കും? ഞാൻ എന്നായിരിക്കും. ഒരു സംശയവുമില്ല. ഏത് ഭാഷയിലായാലും, ഭാഷ ഏതോ ആയിക്കോട്ടെ, ആ ഭാഷയിൽ ഞാൻ എന്നുള്ള പ്രയോഗമായിരിക്കും നമ്മളൊക്കെ ഏറ്റവും അധികം ചെയ്യുക. ഞാനത് ചെയ്തു, ഞാനത് ചെയ്തു, ഞാനത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ പോയി. എല്ലാത്തിലും ഞാനുണ്ടാവും. അപ്പം ഏറ്റവും അധികം വ്യവഹരിക്കപ്പെടുന്നതാണ്. അപ്പം ഏറ്റവും എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ട് ദുർദർശം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ എന്നതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ശരീര ഇന്ദ്രിയ മനോബുദ്ധികളോട് ചേർന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉപാധികളോട് ചേർന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉപാധികളിൽ നിന്ന് വേർതിരിച്ചു തന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പം വേർതിരിക്കുന്ന പ്രക്രിയ അത്ര എളുപ്പമല്ല. കാരണം അത്ര അങ്ങോട്ട് രൂഢമായിരിക്കുകയാണ് ഞാൻ. ശരീരവുമായി ബന്ധപ്പെട്ട്, ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട്, മനസ്സുമായി, ബുദ്ധിയുമായി, ഇങ്ങനെ ഉപാധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ രൂഢമാണ്, പ്രരൂഢമാണ്.
വേർതിരിക്കാൻ കഴിയാത്ത വിധമാണ്. എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ ഉറപ്പിച്ചിരിക്കുക. അതിൽ ഭാഷ്യകാരൻ തന്നെ ഈ കഠോപനിഷത്തിൻ്റെ തന്നെ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് ഇതെന്തൊരു അത്ഭുതമാണെന്ന്. കാരണം ഇന്ന് വരെ നമ്മളോട് ആരും നീ ദേഹമാണെന്ന് ഉപദേശിച്ചിട്ടില്ല. അച്ഛനോ അമ്മയോ നാട്ടുകാരോ ഗുരുക്കന്മാരോ ആരും നീ ദേഹമാണെന്ന് ഉപദേശിച്ചിട്ടില്ല. ശാസ്ത്രം ആവർത്തിച്ച് നീ ദേഹമല്ല എന്ന് പറയുന്നുമുണ്ട്. എന്നിട്ടും ജനങ്ങൾ ഇത് തന്നെ ഞാനെന്നും പറഞ്ഞ് എന്തൊരു അത്ഭുതം അതെന്നാ ചോദിക്കണത്. അപ്പൊ ഈ ഉപാധികളുമായി അത്രമാത്രം ചേർന്നിരിക്ക കൊണ്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക ഒട്ടും എളുപ്പമല്ല, ദുർദർശമാണ്. താദാത്മ്യം കൊണ്ട് ഈ താദാത്മ്യക്കെട്ടുകൾ അഴിക്കണം. അതുകൊണ്ടാണ് ദുർദർശം എന്ന് പറഞ്ഞത്. ഗൂഢമായിട്ട് ഗഹനമായ സ്ഥാനത്തിൽ ഇരിക്കുകയാണ്. എങ്ങനെ? അനുപ്രവേശിച്ചിരിക്കുന്നു. ഈ അനുപ്രവിഷ്ടം എന്ന് കാണുമ്പോൾ ഒരു ശ്രുതിവാക്യം സ്മരിക്കും. തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത് എന്ന് ശ്രുതിയുണ്ട്. തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്, അതിനെ സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ പ്രവേശിച്ചു? ജീവകലയ അഥവാ ജീവഭാവേന പ്രവേശിച്ചു. ഇപ്പൊ ജീവാത്മഭാവത്തിൽ നമ്മളിലെല്ലാം ഞാൻ 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 എന്നിങ്ങനെ അനുപ്രവേശിച്ചിരിക്കുന്നവനാ. അല്ലാതെ പുറമെ എങ്ങോട്ടും പോയി നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളിലൊക്കെ ഞാനായിരിക്കുന്ന, അതാണ് അനുപ്രവിഷ്ടം. അനുപ്രവേശിച്ചിരിക്കുന്നവന് എവിടെ? ഗുഹാഹിതം, ഗുഹയ്ക്കുള്ളിൽ ഹിതനായിരിക്കുന്നവന്. ഏതാണ് ഈ ഗുഹ? ഗുഹയ്ക്കുള്ളിലാണ് ഞാൻ. ഏതാണ് ഗുഹ? ഇപ്പൊ ഹൃദയഗുഹ എന്നൊക്കെ പറയും. ഹൃദയകുഹര മധ്യേ എന്നൊക്കെ പറയാറുണ്ട്. ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ എന്ന്. ഈ ഹൃദയമാകുന്ന ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. കാരണം ഹൃദയം എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. അതൊരു മാംസപിണ്ഡമാണ്. അതാണ് രക്തത്തെ ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയ, ഹൃഹരണേ ദാദാനേ യാ പ്രാപണേ. ഹൃഹരണേ, ഹരിക്കുക. ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന രക്തത്തെ ഒരു സ്ഥലത്തേക്ക് ഹരിക്കുക. എന്നിട്ട് ദേഹം മുഴുവൻ അതിനെ പമ്പ് ചെയ്യുക, ദേഹം മുഴുവൻ എത്തിക്കുക. അതിലൂടെ ശക്തിയെ ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുക. യാ പ്രാപണേ, ഈ 3 ശബ്ദങ്ങൾ ചേർത്താൽ ഹൃദയായി. ദാദാനേ യാ പ്രാപണേ. അതാണ് സംസ്കൃതത്തിൻ്റെ മഹിമ. പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. എങ്ങനെ എഴുതും അങ്ങനെ വായിക്കും, അല്ലേ? മലയാളം അങ്ങനെ തന്നെയാ. എങ്ങനെ എഴുതും അങ്ങനെ വായിക്കും. സംസ്കൃത തദ്ഭവമായതൊക്കെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ എഴുതും അങ്ങനെ വായിക്കും. എന്നിട്ട് നമ്മൾ തെറ്റിക്കും കേട്ടോ, അത് വേറെ കാര്യം. എന്നിട്ടും തെറ്റിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഉത്തരഭാരതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിക്ക് പോലും ജ്ഞാനി എന്ന് പറയാൻ അറിയില്ല. ജ്ഞാനി എന്നാ പറയുക. എഴുതുക ജ്ഞാനി, പറയുക ജ്ഞാനി. അറിയില്ല. അതിനേക്കാൾ നേരം പോക്ക് ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു നേരം പോക്ക്. നേരം പോക്ക് പറഞ്ഞാൽ തീരെ നീങ്ങൂല.
യോഗ, യുജ് മേളനെ, യുജിര് സമാധൗ എന്നീ ധാതുക്കളിൽ നിന്ന് സിദ്ധമാകുന്ന ശബ്ദമാണ് യോഗ. അത് പുല്ലിംഗത്തിൽ യോഗഃ എന്നും നപുംസകലിംഗത്തിൽ യോഗം എന്നും ആവാം. ഇതേ സംസ്കൃതത്തിലുള്ളൂ. പുല്ലിംഗത്തിൽ യോഗഃ, സ്ത്രീ നപുംസകലിംഗത്തിൽ യോഗം. ഇതേ ഉള്ളൂ, വേറെ രൂപമില്ല. പക്ഷെ ഉത്തരേന്ത്യക്കാരെന്താ പറയുക? യോഗ്. യോഗ്. നാള് വലിയൊരു വിദ്വാൻമാരുടെ കോൺഫറൻസാണ്. വിദ്വാൻമാർ മാത്രം, ഒക്കെ പ്രൊഫസർമാർ മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്രൊഫസർമാരാണ്. അങ്ങനത്തെ ഒരു കോൺഫറൻസാണ് ഈ കഴിഞ്ഞ ദിവസം. അപ്പം അതിൽ യോഗ് 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 എന്നാണ് എല്ലാവരും പറയണത്. എന്താ ചെയ്യുക? നമ്മളെ പ്രസംഗത്തിൽ മാത്രം യോഗഃ എന്ന് വന്നു. അപ്പോൾ അവിടെ സംശയം വന്നു. യോഗ് എന്നുള്ളതിന് ചിലർ തെറ്റായിട്ട് യോഗ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ആ ചർച്ചയുടെ അധ്യക്ഷൻ ഞാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സംസ്കൃതത്തിൽ ഇന്ന ധാതുവാണ്, ഇന്ന പ്രത്യയമാണ്, അത് അകാരാന്തമാണ്. അകാരാന്തമായതുകൊണ്ട് പുല്ലിംഗത്തിൽ യോഗഃ എന്നും നപുംസകലിംഗത്തിൽ യോഗം എന്നുമേ വരൂ. എന്നാൽ ഉത്തരഭാരതത്തിൽ അകാരാന്തത്തെ ഉച്ചരിക്കുന്ന പതിവില്ല. ആന്നെഴുതും, പക്ഷെ എന്നേ വായിക്കുള്ളൂ. ചിദാനന്ദാന്ന് എഴുതിയ ചിദാനന്ദെന്നേ വായിക്കുള്ളൂ. ആശ്രമാന്ന് എഴുതിയ ആശ്രമെന്നേ വായിക്കുള്ളൂ. സംസ്കൃതത്തിൽ അങ്ങനെയല്ല. സംസ്കൃതത്തിൽ നമ്മൾ ചിഹ്നം ഇടും. അതുകൊണ്ട് വന്ന വ്യത്യാസമാണ്, ഉച്ചാരണത്തിൽ വന്നതാണ്. അധ്യക്ഷൻ ഞാനാണ്. പക്ഷേ എന്നേക്കാൾ സീനിയറായ ഒരു സ്വാമിയുണ്ട് അവിടെ. അദ്ദേഹം ഉടനെ ചാടി വീണു. അതിന് നമുക്ക് എതിർക്കാൻ പറ്റുകയില്ല. സീനിയർ ആകുമ്പോൾ ഒന്നും പറയാൻ വയ്യ. അതേപോലെ രണ്ടും ശരിയാണ്. ഇത് ഒരു നിലയ്ക്ക് സ്വാമി പറഞ്ഞത് ശരിയാണ്. പക്ഷെ ശരിയായ ശരി ഇതാണ്. ഏത് യോഗ. അപ്പൊ യോഗ എന്നാണ് ശരിയായ ശരി. സ്വാമി പറഞ്ഞത് ഒരു വകയില് ശരി. എന്താ ചെയ്യവരോടൊക്കെ? അപ്പൊ വികലമായ ഉച്ചാരണം പ്രയോഗിച്ച് സാധുവായി മാറുകയാണ്. നമ്മളെക്കാൾ സീനിയർ ഒരു സ്വാമി ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ എതിർക്കുകയൊന്നും ചെയ്തില്ല. ഇത് സംസ്കൃതം അറിയാം. സംസ്കൃതത്തിൽ വലിയ വിദ്വാനാണ്. പിന്നെ വലിയ വിദ്വാനാണ്. അപ്പൊ ബംഗാളിൽ വിദ്വാനുണ്ടോ? ബംഗാളിൽ വിദ്വാനേ ഉള്ളൂ. ബംഗാളിൽ വിദ്വാനില്ല. വിദ്വാൻ എഴുതുക വിദ്വാൻ. സംസ്കൃതത്തിൽ എന്താണോ എഴുതുന്നത് അത് വായിക്കണം. അതാണ് സംസ്കൃതത്തിൻ്റെ മഹത്വം. ഇംഗ്ലീഷ് പോലെയല്ല. ഇംഗ്ലീഷിൽ എന്താണോ എഴുതുക അതല്ല വായിക്കുക. സൈലന്റ് ഉണ്ട്, മുഴച്ചു നിൽക്കുന്നതുണ്ട്, തീരെ ബന്ധമില്ലാത്ത ഉച്ചാരണങ്ങളുണ്ട്. SALMAON എന്താണ്? SALMON സേമൺ. അതിരിക്കട്ടെ. അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം സംസ്കൃതത്തിനെ കൊണ്ട് എങ്ങനെയാണ് എഴുതുന്നത് അങ്ങനെ വായിക്കുക. അത് തന്നെ അർത്ഥവും. അതാണ് സംസ്കൃതത്തിൻ്റെ മഹത്വം. അത് തന്നെ അർത്ഥം. ഹൃദയം, ഹൃദയ. അതെ, അതിപ്പോൾ എന്ത് ചെയ്യാൻ? അത് വികലമാണ്. ഭാരതം എൻ്റെ രാജ്യമാകുന്നു. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. അതിരിക്കട്ടെ, അതിപ്പോൾ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരിക.
അപ്പോൾ ഗുഹാഹിതം എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ഗുഹ? അപ്പോൾ ഹൃദയഗുഹ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഹൃദയഗുഹയാണ്. പക്ഷെ ഹൃദയഗുഹ എന്ന് പറഞ്ഞാൽ പ്രശ്നം വരിക, ഹൃദയം എന്ന അവയവം ഉള്ളത് കൊണ്ട് അതാണോ എന്ന് ശങ്കിക്കും. അപ്പം അവിടെ വിദ്യാരണ്യസ്വാമികൾ തൻ്റെ പഞ്ചദശിയിൽ ഇനി അങ്ങോട്ട് സ്പഷ്ടമാക്കേണ്ടതില്ലാത്ത വിധം ഗുഹയെ വർണ്ണിക്കുന്നുണ്ട്. ദേഹാദഭ്യന്തര പ്രാണ, പ്രാണാദഭ്യന്തരം മനഃ, തതഃ കർത്ത തതോ ഭോക്ത ഗുഹാസേയം പരമ്പര. ദേഹാദഭ്യന്തര പ്രാണ, ശരീരത്തേക്കാൾ അഭ്യന്തരമായിട്ടാണ്, സ്ഥൂല ശരീരത്തേക്കാൾ അഭ്യന്തരമായിട്ടാണ് പ്രാണനിരിക്കുന്നത്. പ്രാണാദഭ്യന്തരം മനഃ, പ്രാണനേക്കാൾ അഭ്യന്തരമായിട്ടാണ് മനസ്സിരിക്കുന്നത്. തതഃ കർത്ത, അതിനേക്കാൾ അഭ്യന്തരമായിട്ടാണ് കർത്തൃത്വഭാവം ഇരിക്കുന്നത്, ഞാൻ ചെയ്യുന്നു. തതോ ഭോക്ത, അതിനേക്കാൾ അഭ്യന്തരമായിട്ടാണ് ഭോക്തൃത്വഭാവം, ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങനെ ഉള്ളിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു പരമ്പരയുണ്ട് നമ്മുടെ തന്നെ ഉള്ളിലേക്ക്. ആ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് ഗുഹ. ഇപ്പൊ ഗുഹയിലേക്ക് പോകണമെന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. നമ്മൾ പുറത്തേക്ക് പോയി ശീലിച്ചവരാ. നമ്മളെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഒക്കെ പുറത്തേക്ക് പോയി ശീലിച്ചതാ. അതൊന്ന് പാകപ്പെടുത്തി പുറത്തേക്ക് പോകുന്നവന്മാരെ അകത്തേക്ക് പോകുന്നതിന് പ്രാപ്തമാക്കണം. അതിന് ഉപാസനയല്ലാതെ വേറെ വഴിയില്ല. ഒരു പ്രസംഗം കൊണ്ടും കാര്യമില്ല. തൻ്റെ പുറത്തേക്ക് അലയുന്ന അന്വേഷകരെ അകത്തോട്ട് തിരിച്ചു വിടണം. അതിന് ക്രമമായ സാധനകൾ ആവശ്യമാണ്. അവിടെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം ഒക്കെ വരുന്നത്. അവിടെയാണ് ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം ഒക്കെ വരുന്നത്. അവിടെയാണ് പൂജകൾ, ഹോമങ്ങൾ, പാഠങ്ങൾ, കീർത്തനങ്ങൾ, ഭജനകളൊക്കെ വരുന്നത്. എല്ലാ സാധനങ്ങളും ഈ സൂക്ഷ്മതയെ നേടി തന്നുള്ളിലേക്ക് പോകാനാണ് സംഹാര പ്രക്രിയ. എന്തിനോടൊക്കെ ഇത്രയും കാലം കൊരുക്കിയോ ഓരോ കൊരുക്കും അഴിച്ച് എന്തൊക്കെ ഞാനെന്ന് പറഞ്ഞോ ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കി അകത്തേക്ക് പോകുക. അത് പ്രസംഗിക്കാൻ വളരെ എളുപ്പം. ഗുഹാഹിതം. ഞാൻ എന്നുള്ളത് എവിടുന്ന് പ്രകാശിക്കണോ അവിടം വരെ എത്തിയാൽ മതി. അതൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എവിടുന്നാണ് ഞാൻ പ്രകാശിക്കണത്? അപ്പോൾ ആദ്യം സ്ഥൂലദേഹം കിട്ടി, അതിനുള്ളിലേക്ക് അവിടുന്ന് അങ്ങനെ ഇന്ദ്രിയങ്ങളായി, പ്രാണങ്ങളായി, മനസ്സായി, ബുദ്ധിയായി, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടുന്നോ ഒരു സൂക്ഷ്മ സ്ഥാനത്ത് നിന്നാണ് ഈ ഞാൻ പ്രകാശിക്കണമെന്ന് ഓരോരുത്തർക്കും മനസ്സിലാവും. അല്പം ഒന്ന് ഉള്ളിലേക്ക് പോകാൻ ശീലിച്ചാൽ മതി. വലിയ അഭ്യാസമൊന്നും വേണ്ട, ചെറിയ അഭ്യാസം കൊണ്ട് തന്നെ സാധിക്കും. അപ്പം എവിടുന്നാണോ ഞാൻ എന്ന പ്രകാശം ഉണ്ടാവുന്നത്, ചമൽക്കാരം ഉണ്ടാവുന്നത്, അതുവരെ മതി ഗുഹ. സാ ഇയം പരമ്പര ഗുഹ. അങ്ങനെയുള്ള ഈ പരമ്പരയാണ് ഗുഹ. ഗുഹാഹിതം, ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നവനെ. ദുർദർശം, ഗൂഢം, അനുപ്രവിഷ്ടം, ഗുഹാഹിതം. എന്നാ പോയി കളയാം അല്ലേ എന്ന് വിചാരിച്ചപ്പോഴാണ് പറയുന്നത് ഗഹ്വരേഷ്ഠം, വിഷമേ. വളരെ വിഷമകരമായ സ്ഥാനത്തിലാണ്. അത്ര എളുപ്പമല്ല അങ്ങോട്ട് പോക്ക്. എന്തുകൊണ്ട് എളുപ്പമല്ല? എളുപ്പമാണ്. പിന്നെന്താ എളുപ്പമല്ല പറഞ്ഞത്? ഇത് പുറമേക്ക് പോയി ശീലിച്ചത് കൊണ്ട് എളുപ്പമല്ല. ഓരോന്നിനോട് ഞാനെന്ന് താതാത്മ്യപ്പെടുന്നതാണ്. അതൊക്കെ അഴിച്ചു മാറ്റുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കശ്ചിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ.
ഏതോ ഒരു ധീരൻ തന്നിലേക്ക് തിരിഞ്ഞു. ബാക്കി നമ്മൾ തന്നിലേക്ക് തിരിഞ്ഞോ പറഞ്ഞാലും തന്നിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാലും തൻ്റെ ഉപാധികളിലേക്കായിരിക്കും തിരിഞ്ഞിട്ടുണ്ടാവുക, തന്നിലേക്കാവില്ല. താനെന്ന് താൻ പറയുന്നതൊക്കെ തന്നെ ഉപാധികളോട് ചേർന്നാണ്. അതാ പ്രശ്നം. അതുകൊണ്ട് ഗഹ്വരേഷ്ഠം, പുരാണം, പഴയവൻ, ഇവൻ ഇന്നും ഇന്നലെയൊന്നുള്ളവനല്ല. പുരാഭിനവ, പണ്ടും പുതിയവൻ, കാലത്താൽ ബാധിക്കപ്പെടാത്തവൻ, എന്നും പുതിയവൻ, കാലാതീതൻ. ഇന്നലെ അവൻ തന്നെയായിരുന്നു, മിഞ്ഞാന്നും അവൻ തന്നെയായിരുന്നു. ശരീരമോ? ശരീരം നിത്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അനേക ദശലക്ഷക്കണക്കിന് കോശങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രില്യൺ കണക്കിന് കോശങ്ങൾ നമ്മുടെ ദേഹത്തിലുണ്ട്. ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് മരിക്കുന്നു, ജനിക്കുന്നു. 12 കൊല്ലം കൊണ്ട് പൂർണ്ണമായിട്ട് പുനഃപ്രതിഷ്ഠ എന്നാ പറയണം, നവീകരണം. അതെ, മുഴുവൻ മാറൂത്രേ, ശരീരം മുഴുവൻ മാറി. 12 കൊല്ലം മുമ്പുള്ള നമ്മളല്ലെന്ന്. മുഴുവൻ കോശങ്ങളും പുതിയതാ, മുഴുവൻ. സ്ത്രീകളിലെ അണ്ടങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാം മാറും, മുഴുവൻ. സ്ത്രീകളുടെ എല്ലാ മാസവും പുതിയ ഉണ്ടാവില്ല, ഒരിക്കലും സ്ത്രീകൾക്ക് അണ്ടം പുതിയ ഉണ്ടാവില്ല. സ്ത്രീകളിൽ അണ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നമ്മൾ ഏകദേശം അമ്മ നമ്മെ പ്രസവിക്കാനാവുന്ന ആ ഒരു ഘട്ടത്തിലാണ്. പെൺകുട്ടിയായി അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ആണ് ഒരു സ്ത്രീയിൽ ഏറ്റവും അധികം അണ്ടങ്ങൾ ഉണ്ടാവുന്നത്. ലക്ഷക്കണക്കിന് അണ്ടങ്ങൾ ഉണ്ടാവും. പിന്നെ അത് കുറഞ്ഞ് വന്ന് പ്രായപൂർത്തിയാവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു 300 ചില്ലാൻ അണ്ടങ്ങളായി കുറയും. പുതിയ ഉണ്ടാവാത്ത വസ്തു അത്. ഒരു 300 ചില്ലാൻ അണ്ടങ്ങൾ, കൃത്യ എണ്ണം പറയാൻ പറ്റില്ല, അത് ആൾക്കാർക്ക് അനുസരിച്ച് മാറി വരും. 300-നും 400-നും ഇടയ്ക്ക് അണ്ടങ്ങൾ ഉണ്ടാവും. ഓരോ മാസവും കാമുകനെ കാത്തിരിക്കും സന്തോഷമായിട്ട്, കൂട്ടുകാരോടുകൂടി. കാമുകൻ വന്നില്ലെങ്കിൽ നിരാശയായി, ദുഃഖിതയായി ആ കൂട്ടുകാരോടുകൂടെ പുറത്തു പോകും. ആ പ്രക്രിയയാണ് ആർത്തവം. വീണ്ടും തയ്യാറായി ഓവുലേഷൻ്റെ സമയമാകുമ്പോൾ കാത്തിരിക്കാൻ തുടങ്ങും. കാമുകൻ വന്നാൽ ഗർഭിണിയാവും, കാമുകൻ വന്നില്ലെങ്കിൽ വീണ്ടും പോകും. ഇങ്ങനെ ഈ 300 ചില്ലാൻ അണ്ടവും പോയി തീരും. അപ്പോൾ 27 ദിവസത്തിലൊരിക്കൽ, 28 ദിവസത്തിലൊരിക്കൽ കൂട്ടിയാൽ അത്ര കൊല്ലം പിടിക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പൊല്ലാപ്പ് കഴിഞ്ഞു. അല്ലാണ്ട് സ്ത്രീകൾക്ക് മാസത്തിൽ അണ്ടം ഉണ്ടാവണില്ല, അണ്ടം വിസർജിക്കപ്പെടുന്നേ ഉള്ളൂ. അണ്ടവിസർജനമാണ് നടക്കുന്നത്. ഏറ്റവും അധികം അണ്ടം ഉണ്ടാവുന്നത് ജനിക്കണേ തൊട്ട് മുമ്പുള്ള സമയത്ത്, ലക്ഷക്കണക്കിനുണ്ടാവും. അതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ശാസ്ത്രം നാളെ വരും, തീർച്ചയായിട്ടും. വന്നു കഴിഞ്ഞാൽ വലിയ കേമാവും, ഒരുപാട് പേർക്ക് ഉപകാരമാവും. ചികിത്സയിലൊക്കെ വലിയ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയും, വൈദ്യശാസ്ത്രത്തിൽ. വരും, നാളെ വരും അതൊക്കെ. അതിരിക്കട്ടെ, അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സംഗതി അറിയാവും. അപ്പോൾ 12 കൊല്ലം കൊണ്ട് മുഴുവൻ മാറും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് ആ ദേഹം. നമുക്ക് ആർക്കെങ്കിലും ഇന്നലത്തെ ദേഹം ഇന്നുണ്ടോ? ഇല്ല, മാറി. പക്ഷെ കാഴ്ചയ്ക്കൊക്കെ ഒരുപോലെയാ. അത് കാരണം ജനിക്കലും മരിക്കലും ഒരേ തോതിൽ പോകുന്നോണ്ടാ.
ഒരു പ്രായം കഴിഞ്ഞാൽ മരിക്കണേൻ്റെ തോത് കൂടും, ജനിക്കണേൻ്റെ തോത് കുറയും. അപ്പം ജര വരും. അപ്പോൾ ശരീരത്തിന് തന്നെ അതിനൊരു സങ്കടം ഉണ്ടാവും. അപ്പം അതൊന്നും നേരെയാക്കണമല്ലോ, നീരൊക്കെ വന്ന് ഷറാവും, കുട്ടപ്പനാവും. ആ അപ്പം അതുകൊണ്ട് പുരാണം എന്ന് പറഞ്ഞ വാക്ക് വളരെ നിരൂപണം ചെയ്യേണ്ടതാണ്. നിത്യം മാറിക്കൊണ്ടിരിക്കുന്ന ഉപാധികളുടെ മധ്യത്തിൽ മാറാതെ സ്ഥിരമായി നിൽക്കുന്നവൻ, അങ്ങനെയുള്ളവനെ അപ്പം എന്തൊക്കെയാ വിശേഷിപ്പിച്ചേ? ദുർദർശം, ഗൂഢം, അനുപ്രവിഷ്ടം, ഗുഹാഹിതം, ഗഹ്വരേഷ്ഠം, പുരാണം, ദേവം. ഇങ്ങനെയുള്ള ദേവനെ. ഓരോ വാക്കും ദിവസങ്ങൾ ഇരിക്കാവുന്നതാണ്. ദേവം, ഇങ്ങനെയുള്ള ദേവനെ, പ്രകാശിക്കുന്നവനെ, പ്രകാശിപ്പിക്കുന്നവനെ. ദീപനാഥ് ദേവ, ദ്യോതനാഥ് ദേവ. പ്രകാശിക്കുന്നവനുമാണ്, പ്രകാശിപ്പിക്കുന്നവനുമാണ്. സ്വയം പ്രകാശിക്കുന്നു. ഞാൻ അവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പ്രകാശിക്കുന്നുണ്ട് ഉള്ളിൽ, ഇല്ല ഉണ്ട് എന്ന് മാത്രമല്ല, അതാണ് ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും എല്ലാം പ്രകാശിപ്പിക്കുന്നത്. നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം. അനേക ദ്വാരങ്ങളോടുകൂടിയ കുടം, ആ കുടത്തിനുള്ളിൽ വെച്ച വിളക്ക്, ആ കുടത്തിൻ്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നത് പോലെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയതിലൂടെ ഒക്കെ പ്രകാശിക്കുക. ദേവം, ദേവനെ. മത്വാ, അറിഞ്ഞാൽ. അറിഞ്ഞാൽ മാത്രം, അറിഞ്ഞോളണം എന്നില്ല. കാരണം ഈ ദേവനെ മറ്റു പലരുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ടാണ് അറിയുക. വേർതിരിച്ചറിഞ്ഞാൽ അതിനിപ്പോൾ എന്താ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ, അധ്യാത്മയോഗാധിഗമം. അധ്യാത്മയോഗാധിഗമത്തിലൂടെ അറിഞ്ഞാൽ, അധിഗമം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, അധിഗമിക്കുക, പ്രാപിക്കുക. അധ്യാത്മയോഗത്തെ അധിഗമിക്കുന്നതിലൂടെ, അധ്യാത്മയോഗത്തെ പ്രാപിക്കുന്നതിലൂടെ. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മസംബന്ധിയായത്. ആത്മാനം അധികൃത്യ ഇത് അധ്യാത്മം. തന്നെ സംബന്ധിക്കുന്നത്, ആത്മാവിനെ സംബന്ധിക്കുന്നത് അധ്യാത്മം. അങ്ങനെയുള്ള യോഗം, ചേർച്ച. ആ ചേർച്ച കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ മറ്റു പലതുമായി ചേർന്നിരിക്കുകയാണ്. അതൊക്കെ അപ്രസക്തമാണെന്ന് ബോധിക്കണം. എന്നാൽ മാത്രമേ അത് വിടൂ, അല്ലെങ്കിൽ വിടില്ല. പറയാൻ വളരെ എളുപ്പമാണ്. വയ്യാത്ത ആൾക്കാരൊക്കെ കിടക്കുമ്പോൾ കാണില്ലേ, പിടിച്ചു വെച്ചേ, ഒന്നുകിൽ കട്ടുമ്മ പിടിക്കും, അല്ലെങ്കിൽ ജനവാതിലുമ്മ പിടിക്കും, എവിടെയെങ്കിലും പിടിക്കും. സ്വാമി എന്നെ ഒന്ന് കുളിമുറി കൊണ്ടുപോകൂ, ഇതാ ഞാൻ എടുത്തു. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇയാൾ ഈ പിടുത്തം വിടുന്നില്ല. നിങ്ങൾ അതൊന്ന് വിടുന്നേ, ഞാൻ നിങ്ങളെ വീഴാതെ കുളിമുറി കൊണ്ടുപോവാം. ഞാൻ വാരി എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അനക്കാൻ പറ്റില്ല, കാരണം ഇത് മുറുക്ക പിടിച്ചിരിക്കുക. ഈ പിടിച്ചത് വിടണ്ടേ? ഇതാണ് പ്രശ്നം. വിടാൻ തോന്നൂല, വിടാൻ പറ്റില്ല. അരക്ഷിതത്വബോധം, സുരക്ഷിതത്വമില്ലായ്മ, വിടാൻ തോന്നൂല. വിട്ട എന്താ ചെയ്യാന്നാണ്. എടാ, നിനക്ക് അതുകൊണ്ട് കാര്യം ഇല്ലാഞ്ഞിട്ടല്ലേ നീ എടുക്കാൻ പറഞ്ഞത്? എന്നാലെങ്കിലും ഒന്ന് വിട്ടൂടെ? ഈ പിടുത്തം കൊണ്ടൊരു പ്രയോജനം ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ദൈവം രക്ഷിക്കാൻ വരുമ്പോൾ ഇതൊന്ന് വിടണ്ടേ? എന്താ അഭിപ്രായം?
നമ്മളൊരു സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത് പ്രത്യേക ഒരു ഗുരുനാഥൻ അങ്ങേയറ്റം കൂടെ നിർത്തി കാരുണ്യത്തോടു കൂടി സന്യാസം തന്ന വിഭാഗത്തിലല്ല നമ്മൾ പെട്ടത്. മറിച്ച് സ്വാമിജി കൈലാസാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുക ചെയ്ത് സന്യാസം സ്വീകരിക്കാൻ. രണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് രണ്ടിലും. അപ്പം അവിടെ എങ്ങനെയാ വെച്ചാൽ അവിടെ ഏത് ഗുരുനാഥനാണോ പറഞ്ഞയച്ചത് ആ ഗുരുനാഥൻ്റെ പേരിലാണ് സന്യാസം കൊടുക്കുക. അത് പൊതുവെ എല്ലാവരും അംഗീകരിച്ചതാ. ശാസ്ത്രീയമായിട്ട് അതിൽ കുറച്ച് തകരാറില്ലെന്ന് വെച്ചാൽ തകരാറുണ്ട് സത്യത്തിൽ. കാരണം ഏത് ഗുരുനാഥനാണോ സന്യാസ മന്ത്രം ഉപദേശിക്കുന്നത് അദ്ദേഹമാണ് ഗുരു എന്നാണ് സാമ്പ്രദായികമായിട്ട് വേണ്ടത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഏത് ഗുരുനാഥനാണോ പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് സന്യാസം കൊടുക്കുക. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു അറിയപ്പെടുന്ന ഒരു സന്യാസി പറഞ്ഞയച്ചതായിരിക്കണം. രണ്ടാമത് വേണ്ടത് അവിടുത്തെ മഠാധിപതിക്ക് സംസാരിച്ചിട്ട് തൃപ്തിയാവണം, ഇയാൾ യോഗ്യനാണെന്ന് വരണം. ആ ഘട്ടത്തിലാണ് ഞങ്ങളപ്പോൾ കുറേ പേരുണ്ട്. അന്ന് ഞങ്ങൾ സന്യാസം സ്വീകരിക്കുമ്പോൾ 30-ലധികം പേരുണ്ട് ഒന്നിച്ച്. എല്ലാവരും ആക്കി 2-3-4 പേരെ തള്ളി. ആദ്യം തന്നെ തള്ളി, വേണ്ട പിന്നെ വന്നോളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ പ്രായമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തോട് സ്വാമിജി പറഞ്ഞു, സന്യാസം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, എളുപ്പമൊന്നുമല്ല. ഇവരൊക്കെ ചെറുപ്പക്കാരാണ്, അവർക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ പല സ്ഥലത്ത് പോയി തെണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ശാപ്പാട് കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് പ്രായമൊക്കെ ആയില്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, അതിനെനിക്ക് പ്രയാസമില്ല, പെൻഷനുണ്ട്. ആ അത് ശരി, പെൻഷനുണ്ടോ? പെൻഷൻ ഉപേക്ഷിച്ചിട്ടില്ലേ? ഇല്ല. എന്നാൽ പിന്നെ ഇവിടുന്ന് സന്യാസമല്ല, പോയിക്കോളൂ. ഇനി പെൻഷൻ ഉപേക്ഷിച്ചിട്ട് വരിക, എന്നിട്ട് സന്യാസം നോക്കാം. പിടുത്തം വിടണ്ടേ? അത് വിടാൻ തോന്നണ്ടേ? സാധിക്കണ്ടേ? അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ തന്നോട് ചേരുക എന്ന് പറയുമ്പോൾ താനല്ലാത്ത പലതിനെയും ഇപ്പം ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്നതിനെ വിട്ടാൽ മാത്രമേ അധ്യാത്മം സാധിക്കൂ, അല്ലെങ്കിൽ സാധിക്കില്ല. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. അധ്യാത്മയോഗം, ആത്മവിഷയകമായ ചർച്ച. യോഗം ചർച്ച. ഇനി ആത്മവിഷയകമായ യോഗം സാധനയ്ക്ക്, തത്വവിജ്ഞാനപ്രാപ്തിക്ക് കാരണമാകുന്ന എല്ലാ സാധനാക്രമങ്ങൾക്കും യോഗം എന്ന് പറയാം. ഈ അർത്ഥത്തിലാണ് ഏഷാ തേബി ഹിതാ സാഖ്യേ ബുദ്ധിർ യോഗേ തിമാം ശൃണു എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. പരമമായ തത്വവിജ്ഞാനം പറഞ്ഞു, ഇനി അതിലേക്കുള്ള സാധനാക്രമത്തെ പറഞ്ഞു തരാം എന്ന്. അങ്ങനെ വരുമ്പോഴാണ് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല യോഗങ്ങളെ പറയുന്നത് സാധനാതലത്തിലാണ്. അതിലൂടെ എത്തിച്ചേരേണ്ടുന്ന യോഗം സമാധിയാണ്, ഏകാഗ്രതമമായ അവസ്ഥാവിശേഷം. യോഗസമാധി എന്ന് വ്യാസൻ പറയും യോഗസൂത്രങ്ങളുടെ ഭാഷ്യത്തിൽ. അപ്പോൾ കൂടിച്ചേർച്ച, ആ കൂടിച്ചേർച്ചയിലേക്ക് നയിക്കുന്ന ഏകാഗ്രതമമായ അവസ്ഥ, ആ ഏകാഗ്രതമമായ അവസ്ഥ നേടിയെടുക്കാനുള്ള സാധനാക്രമങ്ങൾ എല്ലാത്തിനെയും യോഗം എന്ന് പറയാം. ഈ യോഗത്തെ നേടണം, അധ്യാത്മയോഗം. ശരിക്കും യോഗം എന്ന് മാത്രം പറഞ്ഞാൽ മതി.
എന്നാലും ആർക്കും തെറ്റിദ്ധാരണ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപനിഷത്ത് അധ്യാത്മയോഗം എന്ന് സ്പഷ്ടമായി പറഞ്ഞു. കാരണം യോഗം എന്ന് പറഞ്ഞാൽ തന്നെ അധ്യാത്മയോഗ. പക്ഷെ കാലം മാറി മാറി റം യോഗ, വിസ്കി യോഗ, ബ്രാൻഡി യോഗ ഒക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തമാശയല്ല. യോഗം പലവിധം. റം യോഗ, വിസ്കി യോഗ, ബ്രാൻഡി യോഗ. ഇതിൻ്റെയൊക്കെ തുടക്കം ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ ബുദ്ധിക്ക് തോന്നിയത്, ശരിയോ തെറ്റോ എന്നറിയില്ല, ഈ ഓഷോ കോഫി യോഗ, ടീ യോഗയൊക്കെ കൊണ്ടുവന്നു. ഓഷോ ആണ് ഈ സ്വയംഭുവാണ് ഇതിൻ്റെ കാരണം. അതിനിഷ്ടം പോലെ ആളെ കിട്ടി, അയാളും മരിച്ചും പോയി. പക്ഷേ തെറ്റിദ്ധാരണ എന്ത് വന്നു, അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോയി. ബ്രാൻഡി യോഗ, വിസ്കി യോഗ ഒക്കെ പ്രശ്നം ഉണ്ടാക്കണ സ്വയംഭുവാണ് മുഴുവൻ. മര്യാദയ്ക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞു തന്നതാ യോഗ ചിത്തവൃത്തി നിരോധ. അതിൽ കോഫി യോഗ ഇല്ല, ഒന്നുമല്ല. കോഫി കപ്പ് യോഗ അതുകൊണ്ട് കോഫി യോഗ മാത്രമല്ല, കോഫി കപ്പ് യോഗ. അതിപ്പോ മൂത്ത് ഇങ്ങനെയൊക്കെ എത്തി. ഇതെല്ലാം ഉപനിഷത്തിലെ ഋഷിക്ക് അറിയാം ഈ കലികാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആദ്യം തന്നെ പറഞ്ഞു അധ്യാത്മ യോഗം. എന്നാ പിന്നെ തെറ്റിദ്ധരിക്കാൻ ഒരു കാരണവുമില്ല. ഈ അധ്യാത്മയോഗത്തെ അധിഗമിക്കണം, പ്രാപിക്കണം. അധ്യാത്മയോഗം എന്ന് പറഞ്ഞുകൊണ്ടോ പ്രസംഗിച്ചുകൊണ്ടോ കാര്യമില്ല. ഞാനിവിടെ അധ്യാത്മയോഗത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് വേറെ തരത്തിൽ അലയുകയാണെങ്കിൽ അധ്യാത്മയോഗം അധികമായിട്ടില്ല. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. അധ്യാത്മയോഗ അധിഗമത്തിലൂടെ ദേവം മത്വാ, ദേവനെ അറിഞ്ഞാൽ, പ്രകാശ സ്വരൂപനെ അറിഞ്ഞാൽ, എവിടെ? ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം ദേവം മത്വ. പിന്നെന്താ വേണ്ടത്? കഴിഞ്ഞു. എളുപ്പമാണോ അത്? എല്ലാവർക്കും സാധിക്കുമോ? എല്ലാവർക്കും സാധിക്കും. പക്ഷെ ആള് ധീരനാവണം, അത്രയേ ഉള്ളൂ. ധീരഹ, ധീരനേ പറ്റൂ. എന്നാൽ ധീരൻ എന്നുള്ള വാക്ക് വളരെ തെറ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലമാണ്. എന്തോ സാഹസികതയൊക്കെ ചെയ്താൽ ധീരനാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അയാൾ വലിയ ധീരനാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ചാടി, ധീരനാണോ? ഒലിച്ചു പോയി, അല്ലാണ്ടെന്താ? അല്ലെങ്കിൽ ഓടി സ്പീഡിൽ വരുന്ന തീവണ്ടീൻ്റെ മുമ്പിൽ നിന്നിട്ട് സെൽഫി എടുക്കുകയാണ്. എന്താ ചെയ്യാ? ബാംഗ്ലൂര് മൃഗശാലയിൽ കരടിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുകയാണ്. എന്താ സംഭവിച്ചേ? അവൻ്റെ സെൽഫ് കരടി എടുത്തു, അത്ര തന്നെ. അല്ലാണ്ടെന്താ? അവൻ സെൽഫി എടുക്കാനാണ്, കരടി വന്ന് അവൻ്റെ സെൽഫ് എടുത്തു, അത്രയേ ഉള്ളൂ. എത്രയാ പെരുകുന്നത്? വലിയ പെട്ടി, വലിയ വോല്യം മണ്ടലൊക്കെ കയറി നിന്നിട്ടൊക്കെ സെൽഫി എടുക്കുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. എന്തോ ഭാഗ്യത്തിന് വീണ് ചാവാണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ധീരതയാണെന്ന് വിചാരിച്ചു. എന്താ ചെയ്യുക? ഇതൊക്കെ സാഹസികതയാണ്, അവിവേകമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അവിവേകമാണ്. ധീരത എന്ന് പറഞ്ഞാൽ ധിയം രാതി ഇതി ധീര. ബുദ്ധിയെ, മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ധീരൻ. തൻ്റെ മനസ്സ്, തൻ്റെ ബുദ്ധി തൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അവൻ ധീരൻ.
അല്ലാണ്ട് ലോകം മുഴുവൻ നിയന്ത്രിച്ചാലും ധീരനാണെന്ന് അർത്ഥമില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല വെച്ചാൽ ധീരനല്ല. അപ്പൊ ധീര ശബ്ദം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. തീർത്തും മനോനിയന്ത്രണമുള്ളവൻ ധീര. മത്വാ എന്താ ഫലം? ഹർഷശോകൗ ജഹാതി, ഹർഷത്തെയും ശോകത്തെയും ജയിക്കുന്നു. ഈ ഹർഷശോകങ്ങൾ എന്നുള്ളതിലൂടെ ഈ സംസാരമാണ് എടുത്ത് കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംസാരക്ലേശങ്ങളുടെ ഉപലക്ഷണമാണ് ഹർഷശോകങ്ങൾ. കാരണം സാമാന്യമായി നമുക്ക് വരുന്ന ദ്വന്ദ്വങ്ങളാണ് സുഖം ദുഃഖം. സുഖം കൊണ്ടെന്തുണ്ടാവും? ഹർഷം ഉണ്ടാവും. ദുഃഖം കൊണ്ട് എന്തുണ്ടാവും? ശോകം ഉണ്ടാവും, വിഷാദം. ഈ സുഖദുഃഖങ്ങളിൽ നിന്നുണ്ടാകുന്ന ഹർഷശോകങ്ങളെ ജയിക്കുന്നു. ഹർഷശോകങ്ങൾ രണ്ടും ഒരുപോലെ അപകടകാരികൾ, രണ്ടും ബന്ധിക്കുന്നവയാണ്. ഏതാ കൂടുതൽ ബന്ധിക്കുക എന്ന് ചോദിച്ചാൽ രണ്ടും കണക്കാ. ഹർഷവും ബന്ധിക്കും, ശോകവും ബന്ധിക്കും. അയ്യോ എനിക്കിങ്ങനെ വന്നുവല്ലോ, എനിക്ക് വന്നോണ്ടാ എനിക്ക് ദുഃഖം. അത് എനിക്ക് വന്നോണ്ടാണ് എനിക്ക് ദുഃഖം, നിനക്കാണെങ്കിൽ എനിക്ക് ഇത്ര ദുഃഖം ഉണ്ടായിരുന്നില്ല. അത് സ്വാമി എനിക്കെന്താ അങ്ങനെ വരാൻ? ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, അത് മരിച്ചുപോയി, എന്താ എനിക്ക് ഇങ്ങനെ വരാൻ? അപ്പോൾ വേറെയുള്ളവർക്ക് വന്നാൽ തിരക്കിടില്ല എന്നാ, എനിക്ക് വന്ന എന്താന്ന്? നിങ്ങളാണോ മരിച്ചത്? നിങ്ങളുടെ മോനല്ലേ, അയാളുടെ കർമ്മം കഴിഞ്ഞു, അയാൾ മരിച്ചുപോയി. അല്ല എനിക്കായതുകൊണ്ടാ ദുഃഖം എന്നാണ്. ഇത് ഹർഷാണെങ്കിലും ചിലപ്പോൾ വരും. ഹർഷം കൂടിയാലും വലിയ കുഴപ്പമായിട്ട് വരാറുണ്ട് ചിലപ്പോൾ. ഹർഷം കൂടിയാൽ ഒരാള്, ഇത് കഥയല്ലാട്ടുള്ളതാണ്, 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഇന്നത്തെ അല്ല, ഇന്നിപ്പോൾ 1 കോടിയൊക്കെയാ കൂടെ പോരുക, അന്ന് 1 ലക്ഷമേ ഉള്ളൂ. അങ്ങനെ ഇയാള് ചായ ഒഴിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ എടുത്ത ടിക്കറ്റിനാണ് 1ാം സമ്മാനം എന്ന് ഒരൊറ്റ പൊളിക്കലാവായ സന്തോഷം കൊണ്ട്. പിന്നെ ബന്ധുക്കളാണ് തുണി കൊണ്ട് കൂട്ടിക്കെട്ടിയത്. ബോഡി കിട്ടി. ബോഡി അങ്ങോട്ട് പോകാൻ അവിടെ വെള്ളത്തിലാറ്റാ ഒലിച്ചു പോകാൻ. പിന്നെ ബന്ധുക്കളാണ് തുണി കൊണ്ട് കെട്ടുന്നത്. പൊളക്കൽ എന്താണ്? 1 ലക്ഷം കിട്ടിയ സന്തോഷം കഴിഞ്ഞു, കഥ കഴിഞ്ഞു. നമുക്കൊക്കെ വലിയ സങ്കടമായിപ്പോയി. അയാൾ അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു, അത്രയും വേണ്ടപ്പെട്ട ആളാ. വല്ലപ്പോഴൊക്കെ ഒരു ചായയൊക്കെ ഇങ്ങനെ പോയി നോക്കി നിന്നാൽ ഒരു ചായയൊക്കെ തരും, പൈസ കൊടുക്കാതെ. പൈസ എവിടുന്ന് കൊടുക്കാനാ? പിന്നെ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ ഒഴിക്കൽ. ഇത് ഇവിടെയാണ് താഴത്തെ കപ്പുണ്ടാവുക, ഇവിടെയാണ് മുകളിലത്തെ കപ്പുണ്ടാവുക. പിന്നെ ഇതിങ്ങനെ വളഞ്ഞു വരിക അതിലേക്ക്. എന്തൊരു അത്ഭുതമാണ്! അത് കാണാൻ തന്നെ ഒരു സുഖാട്ടോ. അത് കഴിഞ്ഞു, ഒറ്റ ലോട്ടറീൻ്റെ ഫലമാണ്. അപ്പോൾ ഹർഷം കൊണ്ടും കുഴപ്പമാണ്, വിഷാദം കൊണ്ടും കുഴപ്പമാണ്. ഈ ഹർഷവിഷാദങ്ങൾ ദ്വന്ദ്വങ്ങളെ സൂചിപ്പിക്കുന്നു. ദ്വന്ദ്വാത്മകമാണ് സംസാരം. ശീതം ഉഷ്ണം, സുഖം ദുഃഖം, മാനം അപമാനം, പൂജ പരിഭവം, സ്തുതി നിന്ദ. ഇതാണ് സംസാരം. വേറെ എന്താ സംസാരം? ഈ ദ്വന്ദ്വത്തെ ജയിച്ചാൽ പിന്നെ സംസാരമില്ല. സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുക, ആനന്ദമായിട്ട് ഇരിക്കുക, എപ്പോഴും ആനന്ദം തന്നെ. ചിന്തിക്കുക. ഹർഷശോകൗ ജഹാതി, ഇതാണ് ഫലം.
സംസാരം പിന്നെ ഇല്ല. ഹർഷശോകങ്ങൾ എന്നുള്ളത് ഹർഷശോകങ്ങളെ പറയാനല്ല, അത് സംസാരത്തിൻ്റെ ദ്വന്ദ്വങ്ങളുടെ മുഴുവൻ ഉപലക്ഷണമായിട്ടാണ് ഹർഷശോകങ്ങളെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവന് ഈ സംസാരക്ലേശമില്ല. ഇപ്പം എന്താ വേണ്ടേ? ദേവം മത്വ, ദേവനെ അറിഞ്ഞാൽ. ദേവനെ അറിയാണ് വേണ്ടത്. ദേവൻ എവിടെ അറിയണം? ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം ദേവം. ഇത്രയും വിശേഷണങ്ങളാണ്. എങ്ങനെ? അധ്യാത്മയോഗാധിഗമേന. അപ്പൊ അധ്യാത്മയോഗാധിഗമത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാ? മനസ്സ്, ഇന്ദ്രിയങ്ങൾ. അപ്പം അവയെ പാകപ്പെടുത്തണം, മെരുക്കണം. ശമം ദമം തുടങ്ങിയവ ശീലിക്കണം. അതിനെന്തൊക്കെ വേണം? അപ്പോൾ പ്രാഥമിക സാധനങ്ങളൊക്കെ പറയേണ്ടി വരും. ജപം, പൂജ, ഹോമം, പാഠം എല്ലാം പറയേണ്ടി വരും. നിഷ്കാമ കർമ്മങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മന്ത്രത്തിൽ മൊത്തം അധ്യാത്മശാസ്ത്രങ്ങളെ നമുക്ക് ചേർക്കാം. ഇത് യമന്റെ ഒരു 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 പ്രയോഗമാണ്. അതായത് നേരത്തെ ഇവിടെ ആരോ ചോദിക്കുകയുണ്ടായി, ഈ ഇതിൽ തന്നെ ഈ പ്രാവശ്യത്തെ സത്സംഗത്തിൽ തന്നെ ആരോ ചോദിക്കുകയുണ്ടായി, ഇതിപ്പോൾ അത്ര വലിയ ചോദ്യമാണോ? ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്ഥിത്യേകേ ന്യായം അസ്ഥീതി ചെയ്യുകയെന്ന്. അവിടെ നമ്മൾ മറുപടി പറഞ്ഞു, ശരിയാണ്, അത്ര വലിയ ചോദ്യമൊന്നും അല്ല അത്. പാരമാർത്ഥികമായ ഉപനിഷത്തിന് കാരണമായ ചോദ്യമല്ല അത്. പക്ഷെ പാരമാർത്ഥികമായ ഉപനിഷത്തിന് കാരണമായ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് ആ ചോദ്യം. ആ എത്തിക്കുന്ന മഹിമ ഗുരുവിൻ്റെ മഹിമയാണ്. ഒന്നാം ചോദ്യം ശിഷ്യന്റെ മഹിമയാണ്. ആ ഒന്നാം ചോദ്യത്തിൽ നിന്ന് രണ്ടാം ചോദ്യത്തിലേക്ക് എത്തിക്കുന്ന മഹിമ വാസ്തവത്തിൽ ഗുരുവിൻ്റെ മഹിമയാണ്. അർജുനനെ കൊണ്ട് ഷാധിമാം ത്വാ പ്രപന്നം എന്ന് ചോദിപ്പിച്ച മഹിമ ഭഗവാന്റെ മഹിമയാണ്. ഇല്ലെങ്കിൽ നിറഞ്ഞു കലങ്ങിയ കണ്ണും കൊണ്ട് ഇരിക്കലേ ഉണ്ടാവുള്ളൂ അർജുന. എന്ത്? യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത് എന്നൊക്കെ വിഡ്ഢിത്തരവും പറഞ്ഞ് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അർജുനൻ. ആ അർജുനനെ ജിജ്ഞാസുവാക്കി തീർത്തത് കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയ്യോപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ എന്നുള്ള ഭഗവാന്റെ വാക്കുകളാണ്. അപ്പം അർജുനൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന ജിജ്ഞാസുവെ തട്ടി ഉണർത്തിയത് ഭഗവാന്റെ മഹിമയാണ്. അതുപോലെ പാരമാർത്ഥികമായ കഠോപനിഷത്ത് ഉപദേശിക്കാൻ കാരണമായ ചോദ്യം ചോദിപ്പിക്കുന്നത് വാസ്തവത്തിൽ യമനാണ്. അല്ലെങ്കിൽ നചികേതസ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എവിടെ? ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തി ത്യേകേനായം അസ്തീതി ജൈകേ ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയ. അതിന് യമൻ ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, എടോ ശരീരാദി വിലക്ഷണമായ ഒരാത്മാവുണ്ട്, പോയിക്കോളൂ, കഴിഞ്ഞു. ഇത്ര വലിയ ചർച്ചയുടെ ആവശ്യമില്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. ശരീരാദി വിലക്ഷണമായ ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നചികേതൻ ചോദിക്കാൻ വകുപ്പില്ല. കാരണം ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി വിസ്തരിച്ച് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ നാലാമത്തെ വരാവും, അതില്ല. ആ ഗുരുവിൻ്റെ മഹിമയാണ് നമുക്ക് ഈ മന്ത്രങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഈ മന്ത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവും അടുത്ത മന്ത്രവും. അടുത്ത മന്ത്രം ഇതിൻ്റെ അനുബന്ധമാണ്. ഇതാണ് ശരിയായത്. നോക്കൂ, തം ദുർദർശം ദുഃഖേന ദർശനം അസ്യ ഇതി ദുർദർശഃ അതിസൂക്ഷ്മത്വാത് ഗൂഢം ഗഹനം അനുപ്രവിഷ്ടം
പ്രാകൃത വിഷയ വികാര വിജ്ഞാനൈഃ പ്രച്ഛന്നം ഇത്യേതത്. ഗുഹാഹിതം ഗുഹായാം ബുദ്ധൗ സ്ഥിതം തത്ര ഉപലഭ്യമാനത്വാത് ഗഹ്വരേഷ്ടം ഗഹ്വരേ വിഷമേ അനേകാനർത്ഥ സങ്കടേ തിഷ്ഠതീതി ഗഹ്വരേഷ്ടം. യതഃ ഏവം ഗൂഢം അനുപ്രവിഷ്ടഃ ഗുഹാഹിതശ്ച അതഃ ഗഹ്വരേഷ്ടഃ അതഃ ദുർദർശഃ. തം പുരാണം പുരാതനം അധ്യാത്മയോഗാധിഗമേന വിഷയേഭ്യഃ പ്രതിസംഹൃത്യ ചേതസഃ ആത്മനി സമാധാനം അധ്യാത്മയോഗഃ തസ്യ അധിഗമേന മത്വാ ദേവം ആത്മാനം ധീരഃ ഹർഷശോകൗ ആത്മനഃ ഉത്കർഷാപകർഷയോഃ അഭാവാത് ജഹാതി. ഗംഭീരമായ ഭാഷ്യമാണ്. നോക്കൂ. തം ദുർദർശം ദുഃഖേന ദർശനം അസ്യ ഇതി ദുർദർശഃ അതിസൂക്ഷ്മത്വാത് ഗൂഢം ഗഹനം അനുപ്രവിഷ്ടം പ്രാകൃത വിഷയ വികാര വിജ്ഞാനൈഃ പ്രച്ഛന്നം ഇത്യേതത്. ഗുഹാഹിതം ഗുഹായാം ബുദ്ധൗ സ്ഥിതം തത്ര ഉപലഭ്യമാനത്വാത് ഗഹ്വരേഷ്ടം ഗഹ്വരേ വിഷമേ അനേകാനർത്ഥസങ്കടേ തിഷ്ഠതീതി ഗഹ്വരേഷ്ടം. യതഃ ഏവം ഗൂഢം അനുപ്രവിഷ്ടഃ ഗുഹാഹിതഃ ച അതഃ ഗഹ്വരേഷ്ടഃ അതഃ ദുർദർശഃ. തം പുരാണം പുരാതനം അധ്യാത്മയോഗാധിഗമേന വിഷയേഭ്യഃ പ്രതിസംഹൃത്യ ചേതസഃ ആത്മനി സമാധാനം അധ്യാത്മയോഗഃ തസ്യ അധിഗമേന മത്വാ ദേവം ആത്മാനം ധീരഃ ഹർഷശോകൗ ആത്മനഃ ഉത്കർഷാപകർഷയോഃ അഭാവാത് ജഹാതി. അപ്പൊ തം ദുർദർശം ദുഃഖേന ദർശനമസ്യ, വളരെ കഷ്ടപ്പെട്ട് മാത്രം ദർശനം ലഭിക്കുന്നത് ആരുടേതോ അവൻ. അല്ലാണ്ട് ദുഃഖിച്ചിരുന്നിട്ടെന്ന് അർത്ഥമില്ല കേട്ടോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ? എനിക്ക് ആത്മജ്ഞാനം വേണം. എന്താ നീ കരഞ്ഞുകൊണ്ടിരിക്കണത്? അത് ദുർദർശം എന്നൊരു വാക്ക് ഞാൻ ഉപനിഷത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദുഃഖേന ദുഃഖിച്ചാലേ കിട്ടൂ എന്നാണ് പറയണത്. അതുകൊണ്ട് ആത്മാവിനെ കിട്ടാൻ വേണ്ടി ദുഃഖിച്ചിരിക്കുകയാണ്. ഉള്ള കാലം മുഴുവൻ നീ ദുഃഖിക്കലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ആത്മാവിനെ കിട്ടാൻ പോണില്ല. അത് കരയ തന്നെ. കരച്ചിലല്ല, കരുത്തന്മാർക്കുള്ളതാണ് ആത്മജ്ഞാനം, അല്ലാണ്ട് കരച്ചിലാർക്കുള്ളതല്ല. കരയുന്നവർ കരഞ്ഞു തന്നെ ചത്തുപോകും, സംശയമല്ല. കരയുന്നവർക്ക് വഴിയുണ്ടല്ലോ. കരയുന്നവർക്ക് ഇഷ്ടം പോലെ വഴിയുണ്ട്. കൃഷ്ണ, രാമ, ഗോവിന്ദ, പരമശിവ, മഹാദേവി, മായേ, കുട്ടിച്ചാത്ത, കുളിക, ഗോകർണ, എന്തൊക്കെയാണുള്ള, ഗണ്ടാകർണ, എല്ലാം ഉണ്ട്. എത്ര ദൈവങ്ങളുണ്ട്? 1, 2, 3 ഭഗവാനെ രക്ഷിക്കണേ. രക്ഷിക്കും, തീർച്ചയായിട്ടും രക്ഷിക്കും. ഇല്ലാന്ന് ആരും പറയരുത്. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും. അവർ വേദാന്തത്തിലേക്ക് വരണ്ടെന്നാണ് പറഞ്ഞത്. ഇത് തെറ്റിദ്ധരിക്കരുത്. ഈ വഴി വേണ്ട, ആ വഴിക്ക് പോയാൽ മതി. ഈ വഴിക്ക് പോയാൽ അങ്ങും ഇങ്ങും അല്ലാണ്ട് വട്ടാവും. പിന്നെ കാരണം അവിടേക്കോട്ട് പോകാനും പറ്റില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാനും തോന്നൂല. പിന്നെ ഇതാണെച്ചാൽ പിടുത്തവും കിട്ടിയിട്ടില്ല. ഏത് അങ്ങുമില്ല ഇങ്ങുമില്ല. പിന്നെ നമുക്ക് പിന്നെ പ്രശ്നമല്ല, നമ്മളിതെല്ലാം കൂടി കലപ്പിൽ അവിയലായിട്ടാണ്. കാരണം ഒന്നിലൊന്നും ഇഷ്ടമില്ല. ഏത് കൃഷ്ണ രക്ഷിക്കണേന്നും പറയും, ഇപ്പുറത്ത് വന്നിട്ട് തം ദുർദർശെന്നും പറയും.
പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയില്ല, കുറച്ച് കടുത്ത വാക്കാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അവിടെയൊന്നും ഇഷ്ടമില്ല ഇവിടെയൊന്നും ഇഷ്ടമില്ല. ഇത് അതെ. കൃഷ്ണ രക്ഷിക്കണേ, രാമ രക്ഷിക്കണേ, പരമശിവ രക്ഷിക്കണേ എന്ന് പറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം. എടാ നീ ഏതെങ്കിലും തീരുമാനിക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കാർക്കും. വേണ്ടാന്ന് പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതിന്റെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കുക. അതുകൊണ്ട് കരയുന്നവർക്ക് വഴി വേണ്ടെന്ന് വെച്ചാൽ കരയുന്നവർക്ക് ഇഷ്ടം പോലെ വഴിയുള്ളത്. കരഞ്ഞ അപ്പ അമ്മ വന്ന് രക്ഷിക്കും, എന്താ സംശയം? കരഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ വല്യമ്മ വന്ന് രക്ഷിക്കും. പക്ഷെ അവർക്ക് ഇത് വേണ്ടെന്നാ പറഞ്ഞത്, ഇത് വേണ്ടവർക്ക് അത് വേണ്ടെന്നാ പറഞ്ഞത്. ഇത് രണ്ടും കൂടി ആവുമ്പോൾ ഈ 2 തോണിയിൽ ഒന്നിച്ച് കാലിട്ടാൽ നടു കീറിപ്പോവും. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അപ്പൊ നമുക്ക് എന്താ കുഴപ്പം വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ രണ്ടിലും കാലിടുന്നില്ല. നമ്മൾ ഭഗവാനെ പറ്റിക്കുക. ഏത് നമ്മൾ ഭഗവാനെ തന്നെ പറ്റിക്കുക. നമ്മള് അതുണ്ടല്ലോ, ഇല്ലം വിട്ടു അമ്മാത്ത എത്തിയിട്ടില്ല എന്ന് പറയാറില്ലേ? ഇല്ലത്തുനിന്ന് പോന്നു, അമ്മാത്തത് എത്തിയിട്ടുമില്ല. അയ്യോ, നമ്മളെ ശരി ശരി, എന്തായാലും കുഴപ്പമില്ല. അപ്പോ ദുർദർശൻ ദുഃഖേന ദർശനം. അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആരും. ന്യായമാത്മാ ബലഹീനേന ലഭ്യ. ന്യായമാത്മാ ബലഹീനേന ലഭ്യ. ബലഹീനന് ആത്മജ്ഞാനം കിട്ടില്ല. അയ്യോ ഞാൻ ബലഹീനനാണ്, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഒരുപോലെ ബലം ഉണ്ടാവുമോ? അപ്പൊ ആ വഴി നോക്കണം, ഓരോരുത്തർക്ക് പറ്റണ വഴി നോക്കണം. വീട്ടില് ഒരാള് ഏതാ വലിയ ശക്തിയുള്ള മുള്ളുള്ള മത്സ്യം എനിക്കറിയില്ല, ഏതെങ്കിലും മത്സ്യം നല്ല ശക്തിയുള്ള മുള്ളുള്ള എടുത്തോളൂ, അതിനെ വറുത്തു എന്ന് വിചാരിച്ചോളൂ. അതിനെ വറുത്താൽ 6 മാസമുള്ള കുട്ടിക്ക് കൊടുക്കാറുണ്ടോ? കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. അതിനെ കൊടുക്കുക തൻ്റെ ആൾക്ക് തന്നെയാ, മുറിയട്ടെ വായാന്ന് പറഞ്ഞിട്ട്. അതെ, മറ്റതല്പം മാംസം മാത്രം ചുരണ്ടി എടുത്ത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. പാകമുള്ള ദഹിക്കണം മതിയല്ലോ, വേണ്ടാത്ത പഠിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരാളോട് വിളിച്ചിട്ട് നീ ഇപ്പം ഒന്ന് പോയിട്ട് അദ്വൈത സിദ്ധി പഠിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? മാണ്ഡൂക്യ കാരിക പഠിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ദഹിക്കണത് മതി, ദഹിക്കാത്ത പ്രശ്നവും. ഇതൊന്നും പഠിച്ചിട്ടില്ലാച്ചാൽ ഒരു കുഴപ്പവും ഇല്ല, കഠോപനിഷത്ത് പഠിച്ചിട്ടില്ലാച്ചാൽ ഒരു കുഴപ്പവും ഇല്ല, ദഹിച്ചിട്ടില്ലാച്ചാൽ കുഴപ്പ. എത്ര ഗ്രന്ഥങ്ങളുണ്ട് നമുക്ക്, ലക്ഷക്കണക്കിനില്ലേ. രാമായണം വായിച്ചിരുന്നാൽ പോരെ, ഭാഗവതം വായിച്ചാൽ പോരെ, മതി. അപ്പോ അതെ അതെ, കുറച്ച് കടുപ്പം വേണം തന്നെയാണ്. അതുകൊണ്ട് മാണ്ഡൂക്യ കാരിക തന്നെ സ്വഭാഷ്യം പഠിക്കണം തന്നെയാ വാശി. നല്ലതാണ്. ഇതിൽ സന്ദർഭവശാൽ പറയാം, തൻ്റെ ശിഷ്യന്മാരാരെങ്കിലും അഷ്ടാവക്ര ഗീത എടുക്കണുണ്ടെങ്കിൽ അപ്പം വഴക്ക് പറയായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. വെക്കവിടെ, അത് നീ എടുക്കണ്ട. എന്നിട്ട് നല്ല വിളിക്കും, നരേൻ അത് വായിച്ചോളൂ കേട്ടോ. നരേന്ദ്രനോട് അത് വായിക്കാൻ പറയും, അത് വായിച്ചോളൂ. വേറെ ആരെങ്കിലും എടുത്ത് അപ്പം വഴക്ക് പറയും, വഴക്കിച്ച നല്ല തെറി പറയും. അത് മറ്റു ശിഷ്യന്മാരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ, നരേന്ദ്രനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടാ അല്ല, അവർക്കത് ദഹിക്കില്ല എന്നറിയാം, ഇയാൾക്കത് ദഹിക്കുന്നറിയാം. അതുകൊണ്ട് ഇരുന്ന് കരഞ്ഞിട്ടും കൊണ്ട് കഠോപനിഷത്ത് വേണ്ട. കരയാണെങ്കിൽ കരയുക, നല്ലതാണ്. കരച്ചിൽ നല്ലതാണ്, കരച്ചിൽ.
കരച്ചിൽ നല്ലതാ. അമ്മ വന്ന് എന്തായാലും അനുഗ്രഹിക്കും. അമ്മ വന്ന് അനുഗ്രഹിക്കും എന്നുള്ളതിൽ സംശയമല്ല. കരഞ്ഞാൽ മുത്തശ്ശിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. ഉഷാറായാൽ പിന്നെ അത് നോക്കാം. അത് ശ്രദ്ധിക്കുക. അപ്പോ ദുർദർശം അതിസൂക്ഷ്മത്വം, അത് ഗൂഢം, ഗഹനം. ഗഹനം വളരെ ഗഹനമാണ്. അനുപ്രവിഷ്ടം, അനുപ്രവേശിച്ചിരിക്കുക ഉള്ളില്. പ്രാകൃത വിഷയ വികാര വിജ്ഞാനൈഹി പ്രച്ഛന്നം എന്നാ ഭാഷ്യകാരൻ അർത്ഥം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് മറക്കരുതേ. തത് സൃഷ്ടുവ തദേവ അനുപ്രാവശ്യത എന്നുള്ള ശ്രുതിയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ അത് പറയുന്നില്ല, അത് മറക്കരുത്. ഭാഷ്യകാരൻ പറയുന്നത് പ്രാകൃത വിഷയ വികാര വിജ്ഞാനങ്ങളാൽ മറയ്ക്കപ്പെട്ടത്. പ്രാകൃത വിഷയ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി വശകങ്ങളായ വിഷയങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളോട് ചേർന്ന് നമ്മളിങ്ങനെ കറങ്ങുക. കാണാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം, ഇല്ലേ? ഒരു സൂചനകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് രൂപം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചിത്രകാരി ചിത്രലേഖ ചിത്രം വരച്ചു. അത് തന്നെയാണ് ആള്. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആള് തന്നെയാണ്. എന്നാ പിന്നെ കൊണ്ടുവരണമെന്നായി. കട്ടിലടക്കാ കൊണ്ടുവന്നത്. കൊട്ടാരത്തിൽ കിടന്നിറങ്ങുന്ന അനിരുദ്ധനെ കട്ടിലടക്കം ഉഷയുടെ അന്തഃപുരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. എന്താ കഥ? ഇത് പണ്ടൊക്കെ ആണെങ്കിൽ പൊട്ടത്തരം പറയണമെന്ന് പറയും. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാരും പൊട്ടത്തരാന്ന് പറയില്ല. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ട് ചേർന്ന് കഴിഞ്ഞാൽ കട്ടിലടക്കം വന്ന് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് ഇരുന്നിട്ട് സുഖമായിട്ട് അമേരിക്കയിൽ പോയി പ്രസംഗിക്കാം. സ്റ്റേജിൽ നിൽക്കണവും നടക്കണവും പ്രസംഗിക്കണവും ഒക്കെ അവിടുത്തെ ആൾക്കാർ കാണും. ആളില്ലാന്ന് ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കിയാലേ അറിയുള്ളൂ ആളില്ല. ശരിക്കും രൂപം അത് തന്നെ. എങ്ങനെയൊക്കെയാണ് അങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, എല്ലാം ഉണ്ടാവും. അത് ഭാവിയിലുണ്ടാവും, ഇപ്പല്ല. അത്ഭുതമാണ്. അതുകൊണ്ട് പ്രാകൃത വിഷയ വികാര വിജ്ഞാനങ്ങളെ കൊണ്ട് പ്രച്ഛന്നമായിരിക്കുന്ന പിന്നെയോ ഗുഹാഹിതം, ഗുഹായാം ബുദ്ധൗ സ്ഥിതം, അതിസൂക്ഷ്മമായ അന്ധക്കരണത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? തത്ര ഉപലഭ്യമാനത്വാത്, അവിടെ ഉപലഭിക്കപ്പെടുന്നത് കൊണ്ട്. ഞാൻ 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 എന്ന ബോധം നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്നതാണ്. പ്രാകൃത വിഷയ വിജ്ഞാനങ്ങളാൽ മറയ്ക്കപ്പെട്ടത്. പ്രാകൃത വിഷയ വിജ്ഞാനാണല്ലോ, വിശേഷപ്പെട്ട അറിവുകളാണല്ലോ. പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലെ വിശേഷപ്പെട്ട അറിവുകളല്ലേ നമുക്ക് കിട്ടുന്നത്. ആ വിശേഷപ്പെട്ട അറിവുകളുടെ പിന്നാലെയല്ലേ നമ്മൾ പോണത്. ആണല്ലോ, ആണല്ലോ. അല്ലാന്നെങ്ങനെയാ പറയുക? ഈ പഠിക്കണ മുഴുവൻ അതല്ലേ? യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ മുഴുവൻ പ്രാകൃത വിഷയ വിജ്ഞാനാണ് പഠിക്കണത്, മുഴുവൻ. ശരി. ഗഹ്വരേഷ്ഠം ഗഹ്വരേ വിഷമേ അനേകാനർത്ഥ സങ്കടേ തിഷ്ഠതീതി. ഗഹ്വരേഷ്ഠം, ഗഹ്വരേഷ്ഠ, ഗഹ്വരേ വിഷമേ, അത്യന്തം വിഷമകരമായ പോരാ, അനേകാനർത്ഥ സങ്കടേ, അനേകാനർത്ഥ സങ്കടമാണ്. അവിടെ പോണെങ്കിൽ അങ്ങനെ എളുപ്പമല്ല. ഉള്ളിലേക്ക്, തൻ്റെ ഉള്ളിലേക്ക്
അതിൻ്റെ ഉള്ളിലേക്ക്, ഗുഹയ്ക്കുള്ളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം വിചാരിച്ചിട്ടാരും പുറപ്പെടേണ്ട. അനേകാനർത്ഥ സങ്കടങ്ങളാണ്. അവിടുന്ന് കരയാൻ ആളുണ്ടാവും, ഇവിടുന്ന് പിടിച്ചു വലിക്കാൻ ആളുണ്ടാവും, അവിടുന്ന് കൊളുത്തി വലിക്കാൻ ആളുണ്ടാവും. ഗുഹയ ബുദ്ധി എന്നാണ് ഇവിടെ ശങ്കരാചാര്യ അർത്ഥം പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഗുഹയ്ക്ക് വിശദമായ അർത്ഥം പറഞ്ഞു. അത് ഓർമ്മിച്ച് വെക്കുക, എഴുതി വെക്കുക. ഇത് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ ബുദ്ധി എന്നാണ് അർത്ഥം എടുത്തത്. അപ്പോ അനേകാനർത്ഥ സങ്കടമാണ് ഇതിനുള്ളിലേക്ക് പോവുക പറഞ്ഞാൽ. പോവാൻ നോക്കുമ്പം തന്നെ പ്രശ്നം തുടങ്ങും, ഇല്ലേ? എന്താ പറ്റിയേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇല്ലേ? അപ്പൊ തുടങ്ങില്ലേ ആ പ്രശ്നം? എന്താ അഭിപ്രായം? തുടങ്ങി ഉള്ളിലേക്കൊന്നും പോകണ്ട. ഉള്ളിലേക്കൊന്ന് നോക്കുമ്പോഴത്തേക്കാണ് ബാക്കി ബന്ധുക്കൾ തുടങ്ങും. എന്താ പറ്റിയേ? എന്തോന്ന് പറ്റിയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ബലമായി പിടിച്ചു കൊണ്ടുപോകും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്. എന്തോന്ന് പറ്റിയിട്ടുണ്ട്, ഇന്നലത്തെ പോലെ അല്ല ഇപ്പം എന്നുള്ളത് ചില മാറ്റം. അത് കഴിഞ്ഞാൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ നിന്ന് പ്രശ്നം തുടങ്ങി. അപ്പം ബന്ധുക്കളെ പ്രശ്നമൊന്നുമില്ല, അത് കഴിഞ്ഞു. ഇനി പ്രശ്നം തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. വേണ്ടിയില്ലായിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിക്കാനും വയ്യ, മോശമല്ലേ നാട്ടുകാർ കണ്ടാൽ. അപ്പോഴത്തേക്ക് പെണ്ണ് മനസ്സിൽ വരും, പൊന്ന് മനസ്സിൽ വരും, ആണ് മനസ്സിൽ വരും, സ്ഥാനമാനങ്ങൾ വരും, അത് വരും, ഇത് വരും. ഇതൊക്കെ വെച്ചിട്ട് നൂളാനും പറ്റില്ല. അതുകൊണ്ട് പോണ്ടേ? ബാല്യ പ്രശ്നമാണ്. അത്യന്ത വിഷമ സങ്കടമായിരിക്കുന്ന ഈ സ്ഥാനത്തിനുള്ളിലാണ് നിൽക്കുന്നത്. യതഹ ഏവം, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട് ഗൂഢം അനുപ്രവിഷ്ട ഗുഹാഹിത അതഃ ഗഹ്വരേഷ്ഠ അതഃ ദുർദർശ. ഇതൊരു വ്യാഖ്യാനം നോക്കൂ. ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം എന്നുള്ളതിനെ മുഴുവൻ ഘടിപ്പിച്ചു പറഞ്ഞു. തം പുരാണം, പുരാതനം, ആ പുരാതന സ്വരൂപത്തെ. ഈ ഞാൻ എന്നാ ഉണ്ടായത് എന്നാന്ന് ആലോചിച്ച് നോക്കൂ. എന്നാപ്പം ഞാൻ ഉണ്ടായത്? ഞാനുണ്ടായത് അമ്മ എന്നെ പ്രസവിച്ചെന്നാണ്. അല്ലല്ലോ, അമ്മ എന്നെ പ്രസവിച്ചെന്നല്ല ഞാനുണ്ടായത്, ഉറപ്പാണ്. അത് ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ ചിന്തിച്ചേ പറഞ്ഞുതരാം. ചെറിയ കുട്ടിയായപ്പോൾ ഈ പ്രസവിച്ചന്നല്ല ഉണ്ടായത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ബാലിശമാണ് കേട്ടോ, ഇപ്പോൾ പറയേണ്ടതല്ല, ഈ പ്രായത്തിൽ പറയേണ്ടതല്ല, കാരണം ബാലിശമാണ്. പക്ഷെ അന്ന് ബാലനാണല്ലോ, ബാലനല്ല ശിശുവാണ്. ശിശുവായ സമയത്ത് മനസ്സിലാക്കിയതാണ്. അതായത് അമ്മ ചേച്ചിയെ ഗർഭത്തിലുള്ള സമയത്ത് മൂത്ത മകനെ അടിച്ചു, നല്ലൊരടി കൈകൊണ്ട്. എത്ര വയറുണ്ട്, അപ്പോഴാണ് അടി. മൂപ്പര് സമർത്ഥമായിട്ട് മാറിക്കളഞ്ഞു. അത് ജ്യേഷ്ഠൻ. ഈ കൈ പോയിട്ട് എവിടെ വീണു? തൻ്റെ വയറുമ്മൽ വീണു. വയറ്റിൻ്റെ ഉള്ളിൽ ആരാളുള്ളത്? ചേച്ചിയാണ്. ചേച്ചിയുടെ ദേഹത്ത് വിരൽപ്പാടുണ്ട് പുറത്ത്. അപ്പം ഇത് കണ്ടപ്പോൾ എന്ത് മനസ്സിലായി? ചേച്ചി അമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ ജനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. മനസ്സിലായില്ല? അമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ ചേച്ചി ജനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അതെ, തമാശയല്ല, സത്യം പറയുക. 3 വിരലുണ്ട്. സ്നേഹചിഹ്നം. അപ്പോൾ പ്രസവിക്കുന്നതിന് മുമ്പേ ജനിച്ചില്ലേ? അപ്പൊ എപ്പോൾ ജനിച്ചു? ചോദ്യം. അപ്പൊ അച്ഛനിൽ നിന്ന് ബീജമായി വന്നപ്പോൾ ജനിച്ചു? അല്ല, ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരങ്ങളും ജനതിക രേഖകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പേ ഉണ്ട്. അപ്പൊ എത്ര തലമുറ മുമ്പേക്ക് പോവും? ബാല്യ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ജനിച്ചത് എന്നാണ്. ആരും ബർത്ത്ഡേ ആഘോഷിക്കണ്ട, ജന്മദിനം ആഘോഷിക്കണ്ട, മഹാവിഡ്ഢിത്താണ്, പുരാതനം. നമ്മൾ ആരും ജനിച്ചതല്ല. പറഞ്ഞ ശരിയോ തെറ്റോ?
ആ എന്ത് ആ പൂർണ്ണമായി ശരിയാണ്, തെറ്റാന്ന് പറയാൻ പറ്റില്ല. എന്തിനെനിക്ക് വരുന്ന രോഗങ്ങൾ പോലും 7 തലമുറയ്ക്ക് ഇങ്ങോട്ടുള്ള സ്വാമി ഇത് പാരമ്പര്യ രോഗമാണല്ലോ, അയ്യോ ഇത് അച്ഛനും അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ. വേണ്ട, അച്ഛനും അമ്മയ്ക്കും വേണമെന്നില്ല, മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശനുണ്ടായാൽ മതി, എന്നാലും കിട്ടും. അതുകൊണ്ട് ചില പ്രത്യേക രോഗങ്ങളുള്ളവരോട് നമ്മൾ പറയാറുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കരുത്, കഴിച്ചാൽ ഉറപ്പിക്കുക കുട്ടികൾ ഉണ്ടാക്കരുത്. കാരണം ഇനിയും ഒരു ദുഃഖം പിടിച്ച ഒരു ജീവന് ജന്മം കൊടുക്കരുത്. കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് ക്രൂരതയായിരിക്കും. ദയവ് ഇത് കുട്ടികൾ ഉണ്ടാവരുത്, അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. കാരണം എന്തിനാണ് ഇങ്ങനെ, ഉറപ്പാണ് നിങ്ങൾ കാരിയറാണെന്നുള്ളത്, ഇന്ന രോഗത്തിൻ്റെ കാരിയറാണ് നിങ്ങൾ, അപ്പം അത് വരും. എന്തിനാത് നിങ്ങൾ കാരണമാവുന്നത് നമ്മൾ പറയാറുണ്ട്. ഇഷ്ടം പോലെ പേരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നുണ്ട്, കുറേ പേര് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള നിശ്ചയത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം അത് ഉറപ്പാണ്, ഹീമോഫീലിയ പോലുള്ള രോഗങ്ങൾ വരുന്ന ഉറപ്പാണ്. എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ നമ്മൾ, അല്ലെങ്കിൽ ഈ അഭിശപ്തമായിട്ട് ഇങ്ങനെ തുടർന്ന് പോവില്ലേ. ചിന്തിക്കുക, വലിയ വിഷയമാണ്. അതുകൊണ്ട് പുരാതനം തന്നെയാണ്, ഞാൻ ഇപ്പോൾ ജനിച്ചതൊന്നുമല്ല. നീ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓർത്തു നോക്കാം എപ്പോഴാണ് ജനിച്ചതെന്ന്. പുരാതനം. അധ്യാത്മയോഗാധിഗമേന, അധ്യാത്മയോഗാധിഗമം കൊണ്ട് നേരത്തെ വിശദമായി പറഞ്ഞു. ഭാഷ്യകാരൻ ഇവിടെ നല്ലൊരു നിർവചനം തരുന്നുണ്ട് അധ്യാത്മയോഗത്തിന്, നല്ലൊരു നിർവചനം. അധ്യാത്മയോഗം എന്നുള്ളതിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിർവചനമാണ് തരുന്നത്. വിഷയേഭ്യ പ്രതിസംഹൃത്യ ചേതസഃ ആത്മനി സമാധാനം അധ്യാത്മയോഗ. വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ബുദ്ധിയെ തന്നിൽ ഉറപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് അധ്യാത്മയോഗം. വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ബുദ്ധിയെ തന്നിൽ ഉറപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് അധ്യാത്മയോഗം. ഇതൊരു നല്ല നിർവചനാണ്. തേന, അതിനെ കൊണ്ട്, അധ്യാത്മയോഗാധിഗമേന ദേവം ആത്മാനം മത്വ, ദേവനെ തന്നെ സാക്ഷാത്കരിച്ചാൽ, തന്നെ അറിഞ്ഞാൽ, ധീരഹ, ധീരന്, ഇവിടെ ഭാഷകാരൻ അർത്ഥമൊന്നും കൊടുക്കുന്നില്ല, ധീരഹ, ധീരൻ, ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ചവൻ, ധീരഹ. ഹർഷശോകൗ ആത്മനഃ, ഹർഷശോകൗ ജഹാതി, അതിക്രമിക്കും. എന്തുകൊണ്ട്? ഉത്കർഷ അപകർഷയോഹോ അഭാവാത്, തനിക്ക് ഉത്കർഷവും ഇല്ല അപകർഷവും ഇല്ല എന്നറിയാം. ഞാൻ ആരാണ്? എനിക്ക് ഉയർച്ചയില്ല താഴ്ചയില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, സ്വാമി നിങ്ങൾ വലിയ മഹാനാണല്ലോ, സന്തോഷം. ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ മഹാവൃത്തിയായിട്ട ആളാണ്, സന്തോഷം. കാരണം ഇത് രണ്ടും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളാണ്. ഇത് ചിന്തിക്കുക. 1000 പേര് പുകഴ്ത്തിയാലും 1000 പേര് കെഴ്ത്തിയാലും ഞാൻ തന്നെയാ. എന്ത് വ്യത്യാസം? ഉത്കർഷ അപകർഷങ്ങളില്ല, ഞാനാണ്. എന്ത് കർത്തൃത്വം ഉണ്ടാവും, ഭോക്തൃത്വം ഉണ്ടാവും. പക്ഷേ അവിടെ വിചാരത്തിലൂടെ കർത്തൃത്വം ഉപാധിയാൽ ഉള്ളതാണെന്ന് അറിയും. ബുദ്ധിയാകുന്ന ഉപാധി ചേരുമ്പോഴാണ് ഭോക്തൃത്വം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അറിയാൻ പറ്റും. എല്ലാത്തിനും സാക്ഷിയായിട്ട് സ്വയം നിൽക്കാനും എല്ലാത്തിനെയും ഭംഗിയായി ചെയ്യാനും. രാഷ്ട്രഭരണം വേണോ? ചെയ്യാം. ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി, ഈ ലോകങ്ങളെ മുഴുവൻ കൊന്നാലും അവരാരെയും കൊല്ലുന്നില്ല. സ്ത്രീഭി സഹ രമമാണഹാബി, സ്ത്രീകളോടുകൂടി രമിച്ചാലും അവൻ്റെ തേജസ്സിന് യാതൊരു മാറ്റവും ഇല്ല. അവൻ ഏത് ഭാവത്തിലേക്കും പെരുമാറാം, എന്തു ചെയ്താലും അവന് യാതൊരു മാറ്റവും ഇല്ല. അതൊക്കെ ഉച്ചകോടിയിൽപ്പെട്ടതാണ്.
അതും സാധകന്റെ തലത്തിലുള്ളതല്ല, സിദ്ധതലത്തിലുള്ളതാണ്. അപ്പോൾ ഹർഷശോകവും ജഹാദി, ഹർഷശോകങ്ങൾ ഈ സംസാരത്തിൻ്റെ ഉപലക്ഷണമാണ്. അതുകൊണ്ട് സംസാരത്തെ ജഹാതി എന്നർത്ഥം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ്. ഈ മന്ത്രവും അടുത്ത മന്ത്രവും ആണ് ശരിക്ക് പറഞ്ഞാൽ ഉപനിഷത്തിന് കാരണമായ ചോദ്യം നചികേതസിനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അല്ലാതെ ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി അല്ല കഠോപനിഷത്ത്. അതൊരു ആരംഭമാണ്. എന്താണ് ചോദ്യം? അതിലേക്ക് നമുക്ക് വരാം. ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യ പ്രവൃഹ്യ ധർമ്മ്യമണുമേതമാപ്യ സമോദതേ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സദ്മ നചികേതസം മന്യേ. ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യ പ്രവൃഹ്യ ധർമ്മ്യമണുമേതമാപ്യ സമോദതേ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സദ്മ നചികേതസം മന്യേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.